സെക്ഷന് ഈ കഴിഞ്ഞ UPSC എക്സാമിനേഷന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസും താരതമ്യേന വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എല്ലാവർക്കും എന്താണ് ഏകദേശം മിക്കവാറുള്ളവർക്ക് എന്താണ് ഏകദേശം ഒരു നല്ലൊരു പങ്ക് ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ LP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഇനിയിപ്പോ എന്താണ് ഈ ഒരു ട്രാക്കിലോട്ട് അങ്ങോട്ട് കേറിയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു മോഡലായിട്ട് നോക്കി കാണാൻ കഴിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു UPSC എക്സാമിൽ നിന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അറിയാലോ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, നമുക്ക് കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു നിലവാരവും എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്ന രീതി എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ സെക്ഷൻ നിങ്ങളെ സഹായിക്കും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അപ്പൊ നമുക്ക് വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കും. അതിന് കേട്ടിട്ടാണെങ്കിലും LP എക്സാമിനാണെങ്കിലും UP എക്സാമിനാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും വളർച്ചയും വികാസവും അല്ലെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. വികാസം അനുസ്യൂതമാണ്. ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. വികാസം പരിപക്വതത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ 4 ഓപ്ഷൻ, നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. വികാസം അനുസ്യൂതമാണ്, കണ്ടിന്യൂസ് ആണ്, ശരിയാണ്. വളർച്ച കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാലോ അല്ല, പക്ഷെ വികാസം എങ്ങനെയാണ്? അത് കണ്ടിന്യൂസ് ആണ്. നമ്മുടെ മരണം വരെ എന്താണ് നമുക്ക് ഈ ഒരു വികാസം സംഭവിക്കും. ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ശിരസ് മുതൽ പാദം വരെയും അതേപോലെ തന്നെ എന്താണ് ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്കും ഈ 2 ക്രമങ്ങളും പാലിക്കാറുണ്ട്. അപ്പൊ അതിലൊരെണ്ണമാണ് നമ്മുടെ കണ്ട ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത പരിപക്വതത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. പരിപക്വനം എന്താണ്? മെച്യൂറേഷൻ ആണ്. പഠനം എന്താണ്? പ്ലാനിങ് ആണ്. ഇത് തീർച്ചയായിട്ടും ആശ്രയിച്ചിരിക്കും. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അത് നമുക്കൊരിക്കലും ശരിയെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഓരോരുത്തരും ഓരോ രീതിയിലാണ് വികാസം സംഭവിക്കും. അപ്പൊ അതിൽ തീർച്ചയായിട്ടും വ്യക്തിവ്യത്യാസം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഈഗോസെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 സ്റ്റേജസ് പഠിക്കാറുണ്ട്. ആ സ്റ്റേജസിന്റെ ഓരോ സ്റ്റേജിലും എന്താണ് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതുമാണ്. അപ്പോൾ നോക്കിക്കേ, അവിടെ നമുക്ക് സ്ഥിരമായിട്ടുള്ള നമ്മുടെ 4 ഓപ്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ്? ഈഗോസെൻട്രിസം ആണ് അല്ലേ, സ്വയം കേന്ദ്രീകൃത അവസ്ഥയാണ്. അപ്പൊ എല്ലാം എന്താണ് ഒരു കുട്ടിയിലേക്ക് സ്വയം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം സ്വയം എല്ലാം എന്റേത് എന്നൊക്കെയുള്ള മനോഭാവം ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്റ്റേജ് ഏതാണ്? പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം. അതിന്റെ ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇംഗ്ലീഷ് മലയാളം ടേംസ് ചേർത്ത് പഠിക്കണം. എന്താ? പ്രാക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. മൂർത്ത മനോവ്യാപാര ഘട്ടം കംപ്ലീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഔപചാരിക മനോവ്യാപാര ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോ സ്റ്റേജ് ആണ്. സെൻസറി മോട്ടോ സ്റ്റേജിൽ അത്രയും ചെറിയ പ്രായത്തിൽ ആ ഒരു ഈഗോസെൻട്രിസം വരാൻ സാധ്യതയില്ല. പിന്നെ എപ്പോഴാണ്? തൊട്ടടുത്ത സ്റ്റേജ് ആയിട്ടുള്ള പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുക? ഈഗോസെൻട്രിസം എന്ന് പറയുന്ന ആ ഒരു സംഗതി കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് ടെക്നിക്കൽ, നമ്മുടെ ആ ഒരു ഉൾ മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ പ്രക്ഷേപണ രീതി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്രസെഷൻ ടെസ്റ്റ്, മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി, പലസഹചരത്വ പരീക്ഷ. അപ്പൊ നമുക്ക് ഈ 3 റോഷ ഇൻഡ്യൂബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, അവാർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിൽ പരീക്ഷ എന്ന് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ എന്താണ് ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കുകളുടെ കൂട്ടത്തിലുള്ള ടെസ്റ്റുകളുടെ പേരുകൾ തന്നെ സ്ഥിരം കോമൺ ആയിട്ട് പറയുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മിലൻ ക്ലിനിക് മൾട്ടി ആക്സിയൽ ഇൻവെന്ററി. അത് ഇൻവെന്ററി ആണ് കേട്ടോ, പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ല, പ്രക്ഷേപണ രീതി അല്ല. അടുത്ത ചോദ്യം, എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 3-12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി ഘടകങ്ങൾ ഏവയാണ് കേട്ടോ. അപ്പൊ 6 മുതൽ 12 വയസ്സ് വരെയാണ് കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി ഘടകങ്ങൾ ഏവയാണ്? ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും, സ്വബോധം, അപകർഷത, റോൾ സംശയങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാല്
ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 1, 3, 2, 4, 1, 4 ഇവയൊന്നുമല്ല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേജസ് നമ്മൾ പഠിക്കാറുണ്ട്. ഡെവലപ്മെന്റ് വരുന്ന സ്റ്റേജസ് പഠിക്കാറുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? 6 to 12 ആണ് അല്ലെ. 6 to 12 വരുമ്പോഴത്തേക്ക് അവിടെ വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ്? അപ്പൊ 6 to 12 വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. അപ്പൊ എന്തൊക്കെയാണ്? ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക? അപകർഷത. ഒന്നെങ്കിൽ ആ കുട്ടിയിൽ എന്തായിരിക്കും? ഇൻഡസ്ട്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഫ്യൂരിറ്റി സംഭവിക്കും. ഒന്നെങ്കിൽ ഊർജ്ജസ്വല അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാകും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപകർഷത ഉണ്ടാകും. ഈ 1, 3 വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 1, 3 ഓപ്ഷൻ ആയിട്ടുണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ള വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കും. മുഖ്യ സവിശേഷകം കാർഡിനൽ ട്രേറ്റ്, മധ്യമ സവിശേഷ ഘടകങ്ങൾ സെൻട്രൽ ട്രേറ്റ്സ്, ദ്വിതീയ സവിശേഷ ഘടകങ്ങൾ സെക്കൻഡറി ട്രേറ്റ്സ് എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തരംതിരിച്ചിരിക്കുന്നത് കാൾ റാൻസൺ റോജേഴ്സ്. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃതമായ ഊഷ്മള ബന്ധങ്ങൾ, ആത്മസംതുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണം, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം. വില്യം ആൽപോർട്ട് കോൾഡ്. ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന് 2 തലങ്ങളുണ്ട്. എബ്രഹാം മാസ്ലോ. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്. 4 ഓപ്ഷനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് 2, 4 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർത്ത്. അപ്പൊ നമുക്കിവിടെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ചോദ്യമാണ്. യുക്തീകരണം, താതാത്മീകരണം, അനുപൂരണം, പശ്ചാത്തലനം. ഇംഗ്ലീഷ് ടേംസും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ പരീക്ഷകൾക്ക് പഠിക്കും കൃത്യമായിട്ട് ഇംഗ്ലീഷ് ടേംസും മലയാളം ടേംസും കൃത്യമായിട്ട് പഠിച്ചു വെക്കും. ചില സമയത്ത് എന്താണ് മലയാളം ടേംസ് മാത്രമേ വരാറുള്ളൂ. അപ്പൊ ഡൗട്ട് വരരുത്. യുക്തീകരണം റാഷണലൈസേഷൻ, താതാത്മീകരണം ഐഡന്റിഫിക്കേഷൻ, അനുപൂരണം കോമ്പൻസേഷൻ, പശ്ചാത്തലനം എന്താണ് റിഗ്രഷൻ. ഇനി നമ്മുടെ 4 കണ്ടീഷനുകൾ. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷനും ചേരുന്നത് ഏതാണെന്ന് പറഞ്ഞു പോകാം. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? സ്വയം നേടാൻ പറ്റുന്നില്ല, പക്ഷെ എന്താണ് ഈ പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിന്റെ പേര് പ്രശസ്തിയും വെച്ച് അഭിമാനം കൊള്ളുന്നു. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറും. അപ്പൊ ഈ 2 എണ്ണത്തിന് ആപ്റ്റായിട്ടുള്ള ആൻസർ ഏതാ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ കണ്ടീഷൻ പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊന്നിന്റെ വിജയം എന്താണ് സ്വന്തം വിജയമായിട്ട് കാണുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഏത് ഓപ്ഷൻ കൊടുക്കാം? ഐഡന്റിഫിക്കേഷൻ കൊടുക്കാം, താതാത്മീകരണം കൊടുക്കാം. ഇനി നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെറിയ കുട്ടിയെ പോലെ പെരുമാറുവാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? മുമ്പത്തെ ഒരു സ്റ്റേജിലോട്ട് പോവുകയാണ്. അതിനെ നമ്മൾ എന്താ പറയുക? പശ്ചാത്തലനം അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയും. അടുത്ത, പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന് കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ? കുട്ടി യുക്തീകരിക്കുകയാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് യുക്തീകരണം വരും. 4, പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. ഒരു മേഖലയിലെ കുറവുകൾ മറ്റൊരു മേഖലയിൽ എന്ത് ചെയ്യുന്നു? നന്നായി ശോഭിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? അവിടെ ഒരു കോമ്പൻസേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് അവിടെ അടുത്ത ആൻസർ കിട്ടിയ എന്താണ്? അനുപൂരണം, കോമ്പൻസേഷൻ. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ഡിഫെൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റീവ് മെക്കാനിസം അല്ലെങ്കിൽ എന്താണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന മേഖലയാണ്. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോട് ഉണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിലെയും ക്ലാസ്സിലെയും മറ്റ് അധ്യാപകരെയും ഭരിക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അപ്പൊ നോക്കിക്കേ, ഒരു അധ്യാപകൻ സ്ഥിരമായിട്ട് ശകാരിക്കുമ്പോഴത്തേക്ക് പതുക്കെ എന്താണ്? ആ ഭയം അധ്യാപകനിൽ നിന്ന് ആ വിഷയത്തിലേക്ക് ബാധിക്കുന്നു. അവിടെ നിന്ന് എന്താണ്? സ്കൂളിലേക്കും ക്ലാസ്സിലെ മറ്റ് അധ്യാപകരിലേക്കും ബാധിക്കുന്നു. അങ്ങനെ വ്യാപിക്കുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ അനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ത് തിയറിയായിട്ട് ബന്ധപ്പെട്ട ബിഹേവിയർ, സോമ,
ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ചോദക വിവേചനം, അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം, വിളംബിത അനുബന്ധിത പ്രതികരണം, ചോദക സാമാന്യവൽക്കരണം. 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ചോദക വിവേചനം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ എന്താണ് ഒന്നത്തിനെ പ്രത്യേകം കണ്ടെത്തുക എന്നാണ് ചോദക വിവേചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം എന്താണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. നമുക്ക് ആ ഒരു പാവ്ലോവിന്റെ നായകമുള്ള പരീക്ഷണം ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അവിടെ നിന്നാണ് അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം ചെയ്ത പ്രതികരണം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വിളംബിത അനുബന്ധിത പ്രതികരണം എന്താണ്, ഡിലേഡ് കണ്ടീഷൻ റെസ്പോൺസ് ആണ്. അത് എന്തായാലും അവിടെ വരില്ല. പിന്നെ നമുക്ക് എന്താ ആൻസർ വരിക, ചോദക സാമാന്യവൽക്കരണം അല്ലെ, ജനറലൈസേഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു തിയറി അറിയത്തില്ലെങ്കിൽ പോലും ഈ ജനറലൈസേഷൻ ഉള്ള ടൈം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാല്ലേ. ഇപ്പൊ ഒരു വിഷയത്തിനോടുള്ള ആ ഒരു ഭയം അതങ്ങ് ജനറലൈസ് ചെയ്ത് എങ്ങോട്ട് പോയി, അധ്യാപകനോടും സ്കൂളിനോടും മറ്റധ്യാപകരോടും പോവുകയാണെങ്കിൽ എന്താണ്, ചോദക സാമാന്യവൽക്കരണമാണ്, സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ്. അടുത്ത ചോദ്യം പഠിക്കുകയാണ്. കൃഷ്ണമേടകത്തിലെ പൂച്ച, ഭോഗഭാവ പരീക്ഷണം, സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി, ഹെയിൻസ് തിലമ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, കൃത്യമായിട്ട് പഠിച്ചവർക്ക് ഇപ്പൊ പെട്ടെന്നാണ് ഉത്തരം കിട്ടും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈക്കോളജിയിൽ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് പഠിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്. പരീക്ഷണങ്ങൾ, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണമേടകത്തിലെ പൂച്ച ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശ്രമപരാജയ പഠന രീതിയിലും. ശ്രമപരാജയ സിദ്ധാന്തം എന്നൊക്കെ ചോദിക്കാൻ എന്താണ് തിയറി, എന്താണ് തിയറി, ട്രയൽ ആൻഡ് എറർ തിയറി, ബോണ്ട് തിയറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കൃഷ്ണമേടകത്തിലെ പൂച്ച എന്നത്. അടുത്തത് ബോബോഭാവ പരീക്ഷണം. ബോബോഭാവ പരീക്ഷണം ആരുമായി ബന്ധപ്പെട്ടാണ്, അവിടെ നമുക്ക് നോക്കാം. നിരീക്ഷണ പഠന സിദ്ധാന്തമാണ്. കുട്ടികളെ കാര്യങ്ങൾ നിരീക്ഷിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാം. അടുത്ത സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി. സുൽത്താന്റെ കാര്യം നമ്മൾ എവിടെയാ പഠിച്ചത്, ഗസ്റ്റാൾട്ട് തിയറിയിലാണ് അല്ലേ. ഇനി അടുത്തത് ഹെയ്ൻസ് തിലമാണ്. സാൻമാർഗിക വികാസം, മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹെയ്ൻസ് തിലമയെ കുറിച്ച് പഠിച്ചത്. അപ്പൊ എങ്ങനെയാണ് അവിടെ ചേരുപടി നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജയിലിലെയും എഡിൻമെന്റ് തുടങ്ങിയവ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾക്ക് 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിച്ചു നോക്കുവാണെങ്കിൽ, സാമൂഹ്യ സാഹചര്യം, പഠനം. ഇപ്പൊ പഠനവും അത് നടക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചല്ലേ പറഞ്ഞ, ഒരു സാമൂഹ്യ സാഹചര്യത്തെ അല്ലേ. അപ്പൊ നോക്കിക്കേ, സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ് നമുക്ക് അവിടെ വരുന്നത്. സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ്. ആ ഒരു സാമൂഹ്യ സാഹചര്യവും പഠനത്തെയും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന് പറയുന്നു. അനുഭവാധിഷ്ഠിത പഠനം വെച്ചാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. കാര്യങ്ങൾ എന്താണ്, നമ്മള് കണ്ട് ചെയ്ത് അറിഞ്ഞ് പഠിക്കുന്ന ഒരു സംഗതിയാണ് വരുന്നത്. ഇനി സഹവർത്തിത പഠനം, നമ്മുടെ കോപ്പറേറ്റീവ് ലേണിംഗ്, സഹകർമ്മ പഠനം, സഹവർത്തിത പഠനം, കൊലാബറേറ്റീവ് ലേണിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ അതുമല്ല വരുന്നത്. പിന്നെ പ്രശ്നാധിഷ്ഠിത പഠനം എന്താണ്, പ്രോബ്ലം ബേസ്ഡ് ആണ്, അതുമല്ല വരുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, സിറ്റുവേറ്റഡ് പഠനം. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏത്? ക്രിയാ ഗവേഷണം, പ്രതിക്രിയ അധ്യാപനം, ലേണർ ഓട്ടോണമി, കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് വായനാ പരിശീലനം 2 ടേം മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെയാണ് വായനാ പരിശീലനം വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് ഈ ഒരു പർട്ടിക്കുലർ രീതി വന്നിട്ടുണ്ട്. എന്താണ് പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് വരുന്നത്. ക്രിയാ ഗവേഷണം നമുക്ക് അറിയാം എന്താണ്, ക്ലാസ് റൂമിൽ അത് സ്ഥിരം ചോദ്യം ചോദിക്കുന്ന മേഖലയാണ് ഈ പ്രതിക്രിയ അധ്യാപനം. അതേപോലെ ക്രിയാ ഗവേഷണം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്രിയാ ഗവേഷണം എന്താണ്, ആക്ഷൻ റിസർച്ച് ആണ്. ക്ലാസ് റൂമുകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് വളരെ വേഗം തന്നെ ചെയ്യണം, പരിഹാരം കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എന്താണ് നടത്തുന്ന ഒരു പരിപാടിയാണ്, ഗവേഷണ രീതിയാണ്, ടീച്ചർ നടത്തുന്ന ഗവേഷണ രീതിയാണ് ക്രിയാ ഗവേഷണം. ഓട്ടോണമിയും കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്തായാലും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ എന്താ, പ്രതിക്രിയ അധ്യാപനമാണ്. അടുത്ത, ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി, പേഴ്സണൽ ഇന്റലിജൻസ് എന്ന ഭാവന സൂചിപ്പിക്കുന്നു. താഴെ പറയുന്നതിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏവ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരൊറ്റ പ്രധാനപ്പെട്ട ടേം ഏതാണെന്ന് നോക്കിയാൽ മതി, വ്യക്തിപര ബുദ്ധി. അപ്പൊ നോക്കിക്കേ, അവിടെ ഒരു പേഴ്സണൽ എന്നുള്ള വ്യക്തിപരം എന്ന് പറയുന്നത് എന്താണ്, പേഴ്സണൽ ആണ്. ഇനി നോക്കിക്കേ,
ജീവിതത്തിൽ സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യക്തിപര ബുദ്ധി എന്ന് നമുക്കറിയാം. അതൊക്കെ ഒരു ചോദ്യം പറഞ്ഞു വരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. നമുക്ക് ഈ ഒരു ടേം മാത്രം നോക്കിയാൽ മതി, വ്യക്തിപര ബുദ്ധി. അപ്പൊ ആ ഒരു വ്യക്തി എന്നുള്ള സമയം നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം പേഴ്സണൽ എന്ന് കാണാം. കൂടുതൽ അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും. ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണൽ. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തിയാന്തരം എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു എങ്ങനെയാണ് ഇടപഴകലിൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിയുടെ കാര്യമാണ്. ഇനി ഇൻട്രാപേഴ്സണൽ സ്വയം നമ്മളോട് തന്നെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സംഗതിയാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് ആൻസറാണ് നമുക്ക് വരിക. 2, 3 നമുക്ക് ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2, 3 ഓപ്ഷൻ അവൈലബിൾ ആണ്. അടുത്ത താഴെ പറഞ്ഞാൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏത്? അപ്പം ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പര്യാവരണം പറയാറുണ്ട് അല്ലെ. പര്യാവരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സ്വാധീനം നിർണായകമല്ലാത്ത പര്യാവരണത്തിന്റെ നമ്മുടെ ഹെറിഡിറ്റിയാണ് എൻവയോൺമെന്റ്. പാരമ്പര്യം പര്യാവരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 ഘടകങ്ങൾ പഠിക്കാറുണ്ട്. പാരമ്പര്യ ഘടകങ്ങളും പര്യാവരണം എൻവയോൺമെന്റിലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയിലും വികാസത്തിലും ഒക്കെ പങ്കുവഹിക്കുന്ന ഒന്നാണ്, പഠനത്തിൽ പങ്കുവഹിക്കുന്നതാണ് അല്ലേ. അപ്പൊ നോക്കിക്കുകയും പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാതെ കൊടുക്കുന്ന ശരീരത്തിന്റെ ഉയരം പെട്ടെന്ന് തന്നെ കണ്ടെത്താം അല്ലെ. ശരീരത്തിന്റെ ഉയരം എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഹെറിഡിറ്റിയോട് ബന്ധപ്പെട്ടാണ്. ബുദ്ധിയും മനോഭാവവും വിക്ഷമതയും ഒക്കെ എന്താണ് പര്യാവരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളാണ്. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. സംശീകരണം, അനുരൂപീകരണം, സംസ്ഥാപനം ഇതൊന്നുമല്ല. വളരെ ബേസിക് ആയിട്ട് ഭാഷയായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. അപ്പൊ നമുക്കറിയാം ഇതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. ഏറ്റവും ഷോർട്ട് വീഡിയോസ് ആയിട്ടല്ലേ നമ്മൾ ടാർജറ്റ് LPUP എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ സൈക്കോളജി ആണെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ജനറൽ സബ്ജക്ട്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇത്തവണ നമ്മുടെ പരീക്ഷയ്ക്ക് ഉൾപ്പെട്ടിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ധൃതി പിടിച്ചു നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വാരി വെച്ച് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാം പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് ആ ഒരു സെക്ഷൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. മറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ഒരു സീരീസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് വീഡിയോസ്, ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ പോളുകൾ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കുക ഇതെല്ലാം നമ്മൾ ആ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് നമ്മൾ എന്താ പറയുക, സംശീകരണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രത നിയമങ്ങൾ ഏതിൽപ്പെടുന്നു? ഈ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഏരിയ ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ സിനിമയുടെ ക്ലിപ്പിംഗ്സ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. ബാക്കി എന്ത് മറന്നു പോയാലും നമ്മൾ എന്താ കണ്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കും. പിന്നെ പ്രത്യേകിച്ച് സിനിമയും കൂടെ ഒക്കെ ആകുമ്പോൾ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്താ നമുക്ക് അത് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ആ ഒരു വീഡിയോ കണ്ടവർക്ക് ബാക്കി ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും എന്താണ് ഒറ്റയടിക്കുന്ന ഉത്തരം കിട്ടും. നോക്കിക്കേ, സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണും. അപ്പൊ നമ്മൾ പട്ടണത്തിൽ സുന്ദരൻ സിനിമയുടെ ഒരു മീൻ വെച്ചുകൊണ്ടാണ് ആ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അതിലെന്തായിരുന്നു നമ്മള് സാമ്യതാ നിയമം, സമ്പൂർണ്ണ നിയമം, സാമീപ്യ നിയമം, തുടർച്ചാ നിയമം. അപ്പൊ സമീപസ്ഥമായവയെ അപ്പൊ അവിടെ എന്ത് നിയമമാണ്? സാമീപ്യ നിയമമാണ്. അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളും പിക്ക് നമ്മുടെ സിനിമയിലെ നിയമം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. വേണ്ടത് ചെക്ക്ഔട്ട് ചെയ്യുക. അത് ചെയ്യുന്നതും പഠിച്ചു കേൾക്കുക. ZPD ബ്രിഡ്ജസ് ചാർട്ട്, ക്രിയാഗവേഷണം ആൻഡ് ഓർസൻ കൺവേർഷൻ. അപ്പൊ നമുക്ക് ZPD ക്രിയാഗവേഷണം ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ സൈക്കോളജി പഠിക്കാനായിട്ടുള്ള കേട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ LPUP എക്സാംസ് ആണെങ്കിലും എല്ലാം എന്താണ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് മേഖലകളുണ്ട്. ഇവരെ നമുക്കൊരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. അത് ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. ആ ലെവലിൽ നമ്മൾ ആ ഒരു മേഖല സ്ട്രോങ് ആക്കി എടുക്കണം. അപ്പൊ നോക്കിക്കേ, ആരോട് നമുക്ക് ZPD എന്ന് പറയുമ്പോഴത്തേക്ക് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടാണ്? നമുക്ക് വൈഗോഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. സമീപസ്ഥ വികാസ മണ്ഡലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ലെവലിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ബ്രിഡ്ജസ് ചാർട്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വീണ്ടും എന്താണ് കൊടുത്തിട്ടുണ്ട് അല്ലെ, കാതറിൻ ബ്രിഡ്ജസ്. അത് ക്രിയാഗവേഷണം ആരാണ് മുന്നോട്ട് വെച്ചത്? ക്രിയാഗവേഷണം നമുക്കറിയാം എന്താണ്, ആക്ഷൻ റിസർച്ച് ആണ് മുന്നോട്ട് വെച്ചത്, സ്റ്റീഫൻ ആൻഡ് കോറി. പിന്നെ നമുക്ക് അടുത്ത അഡോൾസൻ അഗ്രഷൻ, നമുക്ക് ബെന്തൂരയുടെ ആ ഒരു പരീക്ഷണത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ പോകുമ്പോൾ ആൽബർട്ട് ബെന്തൂരയായിട്ട് കണക്ട് ചെയ്യാം. അപ്പം
ഇങ്ങനെയാണ് നമുക്ക് ചേരുംപടി ചേർക്കാനായിട്ട് സാധിക്കുക. അടുത്ത ചോദ്യം, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതിനോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ്? ഇതിനെക്കുറിച്ചും നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ വീഡിയോയിൽ ഓരോന്നിനെ കുറിച്ചും കൃത്യമായിട്ട് അതിന്റെ ഐക്കൺ വര വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് ഒന്നും ചിന്തിക്കേണ്ട, പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിരുന്നു. അപ്പൊ ഈ കളികളുടെ കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പിക്ചറും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന്റെ ഐക്കണൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ എന്താ നമുക്കിവിടെ ആൻസർ വരിക? ജി കോൺഗ്രസ് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കിക്കേ, ബാക്കി ടച്ച് പെയിന്റ് ഒരു പെയിന്റുമായിട്ട് നിൽക്കുന്ന ഒരു പെൻസിൽ നിൽക്കുന്ന പടമായിട്ട് നമ്മളന്ന് കൊടുത്തിരുന്നത്. അപ്പൊ അതെന്താണ്? പെയിന്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഫെറ്റ് എന്ന് പറയുന്നത് നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജിയോജിബ്ര നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ എന്താണ്, ആൽജിബ്ര ആയിട്ട് ബന്ധപ്പെട്ട ജാമിതീയ രൂപങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്കിവിടെ ആൻസർ എന്താ വരിക? ജി കോൺഗ്രസ് ആണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെ കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറഞ്ഞാൽ അതീത ചിന്തയുടെ ശരിയായ പ്രതിക്രിയ തലങ്ങൾ കണ്ടെത്താനാണ് ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ, പ്രശ്നം മനസ്സിലാക്കൽ, വിവരശേഖരണം, നിഗമനം, ആസൂത്രണം, ധാരണ, നിഗമനം, ആസൂത്രണം, വിവരശേഖരണം, ധാരണ രൂപപ്പെടുത്തൽ എന്നതിനെ കുറിച്ചായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അതീത ചിന്ത, മെറ്റാകോഗ്നിഷൻ, ചിന്തയെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ നമ്മളൊരു ഹയർ ലെവലിൽ ചിന്തിക്കുമ്പോൾ ചിന്തയെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയത്തില്ലേ? അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. നമ്മുടെ കാര്യത്തെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്നു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിനെ വിലയിരുത്തുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്തത്, ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏതാണ്? പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ട് തോന്നിയേക്കാം. അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ടേംസിന് ഏതാണ്? ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അർത്ഥം തന്നെ വരും. RTE, RTI, RPWD. പിന്നെ പോക്സോ നിങ്ങൾക്ക് അറിയാം, എന്നാലും പോക്സോ ആക്ട് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ നോക്കിക്കുക, RTE, RTI, PWD. അപ്പൊ ഇവിടെ RTE എന്ന് പറയുമ്പോൾ എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ നമുക്കറിയാം. അടുത്തിങ്ങനെ RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. പിന്നെ RPWD. അപ്പൊ അവിടെ നോക്കിക്കുക, ഭിന്നശേഷിക്കാരായവർ, അപ്പൊ അവരുടെ അവകാശ സംരക്ഷണം. അപ്പൊ റൈറ്റ് ഫോർ ആർക്കാണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അവിടെ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് കൺഫ്യൂഷൻ വന്നിങ്ങനെ PWD എന്നൊക്കെ മലയാളത്തിൽ എഴുതിയിട്ട സമയത്ത് ചിലപ്പോൾ സംശയം തോന്നിക്കാണും. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടുത്തരായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏതാണ്? നമ്മുടെ KCF 2007 ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അറിവ് നിർമ്മാണ പ്രക്രിയ, പാഠപുസ്തക കേന്ദ്രീകൃത പഠനം, പ്രവർത്തനാധിഷ്ഠിതവും പ്രതിക്രിയാബന്ധിതവുമായ പഠന തന്ത്രങ്ങൾ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി. ഇപ്പൊ നോക്കിക്കേ, ഇതിൽ പെടാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അറിവ് നിർമ്മാണ പ്രക്രിയ പെടുവോ? തീർച്ചയായും പെടുമെന്നാണ്. അവിടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യട്ടെ അല്ലേ കുട്ടി? നോളജ് കൺസ്ട്രക്ട് ചെയ്യട്ടെ, അറിവ് നിർമ്മിക്കട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പ്രവർത്തനങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള പ്രക്രിയകളുമായി ബന്ധിച്ചുകൊണ്ടൊക്കെയുള്ള പഠനം തീർച്ചയായിട്ടും KCF മുന്നോട്ട് വെക്കുന്ന തന്നെയാണ്. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി എന്താണ്? നമ്മുടെ CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അതും അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കിവിടെ എന്താണ്? പാഠപുസ്തക കേന്ദ്രീകൃത പഠനം, ടെക്സ്റ്റിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഠിക്കണമെന്നാണോ പുതിയ പഠന രീതി പറയുന്നത്? അല്ല. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാരങ്ങൾ, നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? വിദ്യാഭ്യാസ ഏജൻസികൾ, കമ്മീഷനുകൾ എന്നൊരു ടോപ്പിക് നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കിയേ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. അപ്പൊ 4 ഓപ്ഷനാണ് നമ്മൾക്കുള്ളത്. ഈ ഒരു ഓപ്ഷൻ അതിന്റെ ഇടയ്ക്ക് അറിയാതെ വന്നിരിക്കുക, കാതറിൻ ബ്രിഡ്ജസ്. അപ്പൊ നോക്കിക്കേ, ഈ 4 കമ്മീഷനുകൾ ഏതാണ്? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം എന്ന് പറയുമ്പോൾ ഒരു ഗോളായിട്ടുള്ള ഒരു അപ്രോച്ച് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരൊറ്റ കമ്മീഷനെ ഉള്ളതാണ് നമ്മുടെ കോത്താരി കമ്മീഷനാണ്. ബാക്കി ഇപ്പം ഹണ്ടർ കമ്മീഷൻ ആണെങ്കിൽ, സക്കീർ ഹുസൈൻ കമ്മീഷൻ ആണെങ്കിൽ, മുതലേ കമ്മീഷൻ
കമ്മീഷനൊക്കെ ആണെങ്കിലും എന്താണ് ഒരു പർട്ടിക്കുലർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്നതാണ്. മൊത്തത്തിലുള്ള ഒരു അപ്രോച്ച് വന്നിട്ടുള്ള ഏതാണ് നമ്മുടെ കോത്താരി കമ്മീഷനാണ്. അപ്പം 20 ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ UPSC പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനിയിപ്പോ LP എക്സാം എഴുതാൻ പോകുന്നവർക്കും ഇപ്പൊ ഈ ഒരു ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഇതേ ചോദ്യം തന്നെ ഒരിക്കലും വരത്തില്ല, പക്ഷെ എന്താണ് ഇതേ കാര്യങ്ങൾ പുതിയ രീതിയിൽ ചോദ്യങ്ങളായിട്ട് അവതരിക്കപ്പെടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗട്ടൊന്നും കൂടാതെ ടെൻഷൻ ഒന്നും കൂടാതെ ആൻസർ ഒക്കെ കണ്ടെത്തണം. ഇനിയിപ്പോ കേട്ടിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. കാരണം എന്താണ് ഇതേ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്കും കാണാനായിട്ട് കഴിയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.